ജർമ്മനിയിലെ ബാച്ചിലേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സാമാണ് ടെസ്റ്റാസ് എക്സാം. ഇനി വരുന്ന വിന്റർ സീസൺ തൊട്ടിട്ട് ജർമ്മനിയിലെ ബാച്ചിലേഴ്സ് ചെയ്യണമെങ്കിൽ ഏറ്റവും കമ്പൽസറി ആയിട്ട് വരുന്ന ഒരു എക്സാമാണ് ടെസ്റ്റാസ് എക്സാം. ഇതിൻ്റെ മാർക്സ് എങ്ങനെയാണ് സ്കോർ ചെയ്യേണ്ടത്, ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഇത് എത്ര അറ്റംപ്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഫ്ലോറൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ടെസ്റ്റാസ് എക്സാം, ഇത് ആരാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ടെസ്റ്റ് ഫോർ അക്കാഡമിക് സ്റ്റഡീസ്, അതായത് ജർമ്മനിയിലെ ബാച്ചിലേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ EU സിറ്റിസൺസിന് എഴുതേണ്ട ഒരു എക്സാമാണ് ടെസ്റ്റാസ് എക്സാം. ഈ ഒരു എക്സാം എഴുതേണ്ടത് യൂറോപ്യൻ സിറ്റിസൺസ് അല്ലാത്ത സ്റ്റുഡൻസ് +2 കഴിഞ്ഞ് ബാച്ചിലേഴ്സ് ജർമ്മനിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമാണ് ടെസ്റ്റാസ് എക്സാം. ടെസ്റ്റാസ് എക്സാം മെയിൻലി 2 മൊഡ്യൂളായിട്ടായിരിക്കും നടക്കുന്നത്. ആദ്യത്തേത് വരുന്നത് കോർ ടെസ്റ്റും രണ്ടാമത്തേത് സബ്ജക്ട് സ്പെസിഫിക് ടെസ്റ്റും. കോർ ടെസ്റ്റ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. ഇതൊരു കമ്പൽസറി ടെസ്റ്റ് ആണ്. പിന്നെ അതിലത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത് മാത്സ്, ലോജിക്കൽ എന്നതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്തത് സബ്ജക്ട് സ്പെസിഫിക് ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റ് വരുന്നത് മെയിൻലി 6 മൊഡ്യൂൾ വെച്ചിട്ടായിരിക്കും. ഇതിൽ നിങ്ങൾ ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ്, അതിനെ റിലേറ്റ് ചെയ്ത് അതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെൻറ്റ്സ് അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ മൊഡ്യൂൾ സെലക്ട് ചെയ്തിട്ട് എക്സാം എഴുതേണ്ടത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യേണ്ട മൊഡ്യൂൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, നാച്ചുറൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ഇതിലേതിലെങ്കിലും ഒന്നായിരിക്കണം. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട മൊഡ്യൂൾ. നിങ്ങൾക്ക് ഒരു ടെസ്റ്റിന് ഒരു മൊഡ്യൂൾ മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കൂ. DE ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടത്, പിന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഞാൻ പോകുന്നത് ഈ ഒരു എക്സാമിന്റെ ടൈം ഡ്യൂറേഷനെ പറ്റിയിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് 2 ഫോർമാറ്റിലായിരിക്കും എക്സാം എഴുതാൻ സാധിക്കുന്നത്. ആദ്യത്തേത് പേപ്പർ ബേസ്ഡ് എക്സാമും രണ്ടാമത്തേത് ഡിജിറ്റൽ ബേസ്ഡ് എക്സാം. പേപ്പർ ബേസ്ഡ് എക്സാമിൽ നിങ്ങൾക്ക് വരുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 4.5 hours ആയിരിക്കും. അതുപോലെ തന്നെ ഡിജിറ്റൽ ബേസ്ഡ് എക്സാമിൽ നിങ്ങൾക്ക് വരുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 3.5 hours ആയിരിക്കും. ഇതിൽ കോർ ടെസ്റ്റിനും സബ്ജക്ട് ബേസ്ഡ് ടെസ്റ്റിനും ഇടയ്ക്ക് നിങ്ങൾക്ക് 30 മിനിറ്റ് ബ്രേക്കും കിട്ടുന്നതായിരിക്കും. ഡിജിറ്റൽ ടെസ്റ്റിൽ 90 മിനിറ്റ് കോർ ടെസ്റ്റിനും 90 മിനിറ്റ് സബ്ജക്ട് സ്പെസിഫിക് ടെസ്റ്റിനും അതുപോലെ തന്നെ ബാക്കി 30 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്കും ആയിരിക്കും. ഡിജിറ്റൽ ബേസ്ഡ് ടെസ്റ്റ് പേപ്പർ ബേസ്ഡ് ടെസ്റ്റിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ 3 സെക്ഷൻസ് ആയിട്ടായിരിക്കും നടത്തുക. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് വരുന്നത് ഫിഗർ സീക്വൻസ്, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇതിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് ഫിഗർ ഔട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൽ 20 ക്വസ്റ്റ്യൻസിന് 25 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ടൈം പീരീഡ്. ഇത് വരുന്നത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്. ഇതിലെ ഇക്വേഷൻസിന് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസിന് 25 മിനിറ്റ് ആയിരിക്കും കിട്ടുന്ന ടൈം പീരീഡ്. അടുത്ത് വരുന്നത് ലാറ്റിൻ സീക്വൻസ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ സാമ്പിൾസ് ഒക്കെ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇതിൽ 16 ക്വസ്റ്റ്യൻസിന് 20 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ടൈം. ഡിജിറ്റൽ ബേസ്ഡ് എക്സാമിൽ കോർ ടെസ്റ്റിന് 4 സെക്ഷൻസ് ഉണ്ടായിരിക്കും. ആദ്യത്തേത് ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലം. ഇതിൽ ബേസിക് മാത്തമാറ്റിക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 22 ക്വസ്റ്റ്യന് 45 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ടൈം പീരീഡ് കിട്ടുന്നത്. ഇൻഫറിംഗ് റിലേഷൻഷിപ്സ്. ഇതിൽ നിങ്ങൾക്ക് 22 ക്വസ്റ്റ്യന് 10 മിനിറ്റ്സ് വെച്ചിട്ടായിരിക്കും കിട്ടുക. ഇതിൽ നിങ്ങൾ വേർഡ് പെയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് വരിക. അടുത്തത് കംപ്ലീറ്റ് ദി പാറ്റേൺസ്. ഇതിൽ നിങ്ങൾക്ക് 22 ക്വസ്റ്റ്യന് 20 മിനിറ്റ് വെച്ചിട്ട് കിട്ടും. അടുത്തത് ന്യൂമറിക്കൽ സീരീസ്. ഇതിലൊരു ന്യൂമറിക്കൽ നമ്പർ തന്നിട്ടുണ്ടായിരിക്കും. ഇതിന്റെ അടുത്ത നെക്സ്റ്റ് നമ്പർ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് 22 ക്വസ്റ്റ്യന് 25 മിനിറ്റ് വെച്ചിട്ട് കിട്ടും. ഇനി എല്ലാ ടൈം പീരീഡും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 110 മിനിറ്റ് നിങ്ങൾക്ക് കോർ ടെസ്റ്റിനും 145 to 150 മിനിറ്റ് നിങ്ങൾക്ക് സബ്ജക്ട് സ്പെസിഫിക് ടെസ്റ്റിനും ബാക്കി വരുന്ന 30 മിനിറ്റ് ബ്രേക്കും നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് വേഗം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ടൈം ലാഗ് അടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാതും എഴുതാൻ സാധിക്കില്ല. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെസ്റ്റാസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്യണോ അത്രമാത്രം നമുക്ക് ആൻസേഴ്സ് കറക്റ്റായിട്ട് എക്സാമിന് എഴുതാൻ സാധിക്കും.
ഇതിൽ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ മാർക്സ് പ്ലസ് നമ്മുടെ പെർഫോമൻസ് ടു അതേഴ്സ്, ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇതിൽ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റിൽ പാസ് ഫെയിൽ അങ്ങനെയൊന്നും മെൻഷൻ ചെയ്യില്ല. ഇതിൽ നിങ്ങൾ എത്ര മാർക്സ് വാങ്ങി അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് എത്രയാണ് അത് മാത്രമായിരിക്കും മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് വളരെ കൂടുതലായിരിക്കും. അടുത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ഒരു ടൈം പീരീഡ് ഒന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല നിങ്ങൾക്ക് എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കും. പക്ഷേ യൂണിവേഴ്സിറ്റികളിലേക്ക് ഇതിൻ്റെ മാർക്സ് അയക്കുമ്പോൾ ആകെ 3 പ്രാവശ്യം മാത്രമേ അയക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് വരുന്ന എക്സാം ഫീ എന്ന് പറയുന്നത് €150 ആയിരിക്കും. ടെസ്റ്റാസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയായിരിക്കും നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ID പ്രൂഫ് കയ്യിൽ വയ്ക്കണം. അത് മാത്രമല്ല നിങ്ങളുടെ ലാംഗ്വേജ്, അതുപോലെ നിങ്ങൾ ഏത് ഫോർമാറ്റാണ് ചൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ സിറ്റി, അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാതും നിങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ട് എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹോളിൽ കാൽക്കുലേറ്റർ, ഡിജിറ്റൽ വാച്ച് അങ്ങനെ വരുന്ന എല്ലാ ആക്സസറീസും പ്രൊഹിബിറ്റഡ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ ആക്സസറീസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.